നല്ല ഇനം നായകളുടെ ബ്രീഡിനെ അന്വേഷിച്ചുകൊണ്ട് കുരിയച്ചനും അവന്റെ കൂട്ടുകാരൻ പോത്തനും കൂടി മലേഷ്യയിൽ ഒരാളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അയാളുടെ ഭാര്യ അവിടെ ഒറ്റക്കാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ ആ നായകളെല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് നിർത്താണ്. അവളുടെ ഭർത്താവ് മലേഷ്യ നടക്കുന്ന യുദ്ധത്തിനിടയിൽ മരിച്ചുപോയി അറിയിക്കാൻ വേണ്ടി കുരിയച്ചനും അവന്റെ കൂട്ടുകാരൻ പോത്തനും അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള നായകള് അവരെ ഒരു പടി പോലും അങ്ങോട്ട് കയറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവ് ഒഴുക്കിയ ആ കാവൽ പടയെ നിയന്ത്രിക്കാനായിട്ട് സോയക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനകത്ത് തന്നെ പെട്ടുപോവാണ്. ഭർത്താവ് മരിച്ചെന്നുള്ള വിവരം പറയാതെ കുരിയച്ചൻ പോകില്ലാന്ന് ഉറപ്പിക്കുകയാണ്. പക്ഷെ കുരിയച്ചന്റെ സുഹൃത്ത് പോത്തന് ഇതിൽ ദേഷ്യം വന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു കുരിയച്ചൻ അവിടെ ആക്കി അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ കുരിയച്ചൻ 2 ദിവസം ആ തോണി തന്നെ ഇരിക്കുകയും 3-ാം ദിവസം തോക്കെടുത്ത് ആ നായകളെ എല്ലാം വെടിവെച്ച് കൊന്ന് ആ ഒരു വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ച ഒറ്റക്കായി സോയയെ അവിടെ തനിച്ചാക്കി പോവാനായിട്ട് കുരിയച്ചന് മനസ്സ് വരാത്തോണ്ട് തന്നെ അവൻ അവളെ കല്യാണം കഴിച്ച് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആർക്കും എളുപ്പം എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മലമുകളില് അവളെ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അവൾക്ക് കാവലായിട്ട് അവളുടെ മുൻ ഭർത്താവ് ചെയ്ത പോലെ ഒരുപാട് പട്ടികളെയും അവിടെ ട്രെയിൻ ചെയ്ത് കുരിയച്ചൻ നിർത്തുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു സോയി അങ്ങനെ വയസ്സാവുന്നുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും അത് മ്ലാത്തിച്ചേർത്തിയാവാണ്. ഇപ്പൊ മ്ലാത്തിച്ചേർത്തിയെ നോക്കാൻ വേണ്ടിട്ട് കുറെ നായകളും പിയോസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഇതിനെല്ലാം 6 വർഷം മുന്നേ എന്തോ കേസിൽപ്പെട്ട കുരിയച്ചൻ അവിടെ നിന്ന് ഒളിച്ചു താമസിക്കുന്നുണ്ട്. പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ടേ ഇല്ല. കുരിയച്ചൻ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ടെങ്കിലും ഈ കാവൽ നായകള് മ്ലാത്തിച്ചേർത്തിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം കുരിയാച്ചന്റെ പഴയ സുഹൃത്തായ പോത്തനും അവിടേക്ക് എത്തുന്നുണ്ട്. കുരിയാച്ചന്റെ കയ്യിൽ നിന്ന് ഇയാൾക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്ന് സോയയുടെ ഭർത്താവ് മരിച്ചിട്ടില്ലായിരുന്നെന്നും കുരിയാച്ചന് അവളോടുള്ള ഇഷ്ടം കൊണ്ട് നുണ പറഞ്ഞതാണെന്നും മ്ലാത്തിച്ചേർത്തി അറിയുന്നുണ്ട്. കുരിയാച്ചന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അവൾ അത് അറിയുന്നത്. ഒരു ദിവസം കുരിയാച്ചന്റെ ആ ഒരു കാവൽ നായകള് പോത്തനെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നുണ്ട്. കുരിയാച്ചൻ അവിടെ എവിടെയോ ഈ 6 വർഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ കഥയുടെ അവസാനം ഒരു വലിയ ക്ലൈമാക്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കുരിയാച്ചനല്ല, കുരിയാച്ചനും തടവിലാണുള്ളത്. ആരാണ് അവനെ തടവിലാക്കിയത്? ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ മൂവി കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.